നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ നടക്കുന്ന വാർത്തകളാണ് പുറം ലോകത്തേക്ക് അവിടെ നിന്നും വരുന്നത്. ദിനംപ്രതി മരിച്ചു വീഴുന്ന സാധാരണക്കാരായ പലസ്തീനുകാരുടെ വാർത്ത. ഇപ്പോഴിതാ അവിടെ നിന്നുള്ള ഒരു ആക്ടിവിസ്റ്റ് പലസ്തീനിലെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ രക്തം പുരണ്ട മുഖങ്ങളാണ് ഫോണിൽ കാണുന്നത്. ഞാൻ നിസ്സഹനായി കിടക്കയിൽ തന്നെ ഇരിക്കും. കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന എന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് വെസ്റ്റ് ബാങ്കിലെ ആക്ടിവിസ്റ്റായ റിഫാത്ത് കാസിസ് പറയുന്നത്. ഗാസയിലെ യുദ്ധഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകരും മനുഷ്യസ്നേഹികൾക്കും ഓരോ ദിവസവും നിരാശയാണ് സമ്മാനിക്കുന്നത്. യുദ്ധം എന്തെങ്കിലും അവസാനിക്കുമെന്ന പ്രതീക്ഷ പോലും അവരിൽ കെട്ടടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലെ ആക്രമണം കടുക്കുമ്പോൾ പലസ്തീനികൾ നിസ്സഹായരാണ്. ആരെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഭക്ഷണമോ വെള്ളമോ മരുന്നോ ഇല്ലാതെ അവരെ എങ്ങനെ സഹായിക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ. ഗാസയിൽ ഇതുവരെ 20,000-ത്തിലധികം പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതിൽ ഭൂരിഭാഗവും. ഗാസ സമ്പൂർണ്ണ ഉപരോധത്തിലായിരിക്കുന്ന സമയത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയവരാണ് ആക്ടിവിസ്റ്റുകൾ. മരണത്തിൽ നിന്നും പലപ്പോഴും തലനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒക്ടോബർ 7-നല്ല യുദ്ധം ആരംഭിച്ചതെന്നും അന്നാണ് യുദ്ധം രൂക്ഷമായതെന്നും പലസ്തീനിയൻ ആക്ടിവിസ്റ്റായ ഖാലിദ് അബൂഖാരി ആവർത്തിക്കുന്നുണ്ട്. 1948 മുതൽ ഇസ്രായേലികൾ പലസ്തീനികളുടെ വംശീയ ഉന്മൂലനം തുടരുകയാണ്. നക്ബ മുതൽ 7,50,000-ത്തിലധികം പലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കിയതു മുതൽ. അതിനാൽ തന്നെ കഥയിൽ ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. മുഖ്യധാര മാധ്യമങ്ങൾ പലസ്തീനെ അവഗണിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ ഡോക്ടർമാർ നിലവിൽ ഒരു ഡോക്ടറും നേരിടാത്ത വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് 2015 മുതൽ മെഡിസിൻസ് സാൻസ് ഫ്രണ്ടിയേഴ്സ്, ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ക്രിസ് ഹുക്ക് പറഞ്ഞു. പല ഡോക്ടർമാർക്കും ജീവൻ നഷ്ടമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ക്രിസ്മസ് കടന്നുപോയി. ആഹ്ലാദവും സന്തോഷവും ഐക്യവും തിരതല്ലുന്ന അവധിക്കാലം. എന്നാൽ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അലങ്കാര ബൾബുകൾ മിന്നിത്തെളിയുന്നതിനു പകരം ബോംബുകൾ വർഷിക്കപ്പെട്ടു. കരോൾ സംഗീതത്തിനു പകരം മരണാസന്നരായുള്ള ആളുകളുടെ നിലവിളികളാണ് ഉയർന്നത് എന്നാണ് ലെവിൽ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ പലസ്തീൻ മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ റിഫത്ത് കാസിസ് പറഞ്ഞത്. ക്രിസ്മസ് ദിനം സെൻട്രൽ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണയിലും സാധാരണക്കാരായ കുറെ മനുഷ്യജീവനുകളാണ്. ബാക്കിയുള്ള ജീവനുകൾ മരണത്തെ മുഖാമുഖം കണ്ടാണ് അവിടെ നിന്നും പലായനം ചെയ്യുന്നതും.